ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണോ? മുന്നേ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്നൊക്കെ? ആൾജിബ്രിക് എക്സ്പ്രഷൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടണം. ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളതാണ് വേരിയബിൾസ്, കോൺസ്റ്റൻസ്, ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആവുമ്പോൾ അതിൽ വേരിയബിൾസ് വേണം, കോൺസ്റ്റൻസ് വേണം, ഓപ്പറേഷൻസ് വേണം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ നമ്പേഴ്സ് ആണ്. നമ്മൾ എ മുതൽ സെഡ് വരെയുള്ള ഏത് ലെറ്റേഴ്സും നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യും. മനസ്സിലായല്ലോ. പിന്നെ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആണ്. നമുക്ക് ഏത് നമ്പറും യൂസ് ചെയ്യാം. 1, 2, 3 അങ്ങനെ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ A to Z എന്ന് പറഞ്ഞിട്ട് ലിറ്ററൽ നമ്പേഴ്സ് എഴുതിയാലോ, അതാണ് വേരിയബിൾസ്. അതിനൊരു ഫിക്സ് വാല്യൂ ഒന്നുമില്ല. അതിന് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും വേറെ വേറെ വാല്യൂസ് ആയിരിക്കും. പക്ഷെ കോൺസ്റ്റൻസിനോ എപ്പോഴും ഒരു ഫിക്സ് വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ എവിടെ 1 എന്ന് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എന്താ? 1 തന്നെയാണ്. 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 എന്ന് തന്നെയാണ് വാല്യൂ. നമ്മൾ 100 എന്ന് എഴുതിയാലോ 100 തന്നെയാണല്ലോ അതിൻ്റെ വാല്യൂ. പക്ഷെ നമ്മൾ എക്സ്, വൈ, സെഡ് ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ അതിന് ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കും അപ്പോഴത്തെ വാല്യൂ. അടുത്ത പ്രോബ്ലത്തിൽ വേറെ വാല്യൂ ആവാം. അങ്ങനെ വാല്യൂസ് വാരി ചെയ്ത് വരുന്നവരെയാണ് നമ്മൾ വേരിയബിൾസ് ഓർ ലിറ്ററൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ കോൺസ്റ്റൻസിന് ഫിക്സ് ആയിട്ടുള്ള വാല്യൂ ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ഓപ്പറേഷൻസ്? ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കും ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനിൽ. ഇപ്പോൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? വേരിയബിൾസ് ഉണ്ടായിരിക്കും, കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും, പിന്നെ ഏതെങ്കിലും ഒരു ഓപ്പറേഷനും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതി നോക്കിയാലോ. നോക്കൂ, x+2. ഇവിടെ x ഒരു വേരിയബിൾ ആണ്, 2 ഒരു കോൺസ്റ്റന്റ് ആണ്, പ്ലസ് ഒരു ഓപ്പറേഷനും കൂടിയാണ് അല്ലേ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കൂ, y-3. ഇതോ ഇവിടെ y ഒരു വേരിയബിൾ ആണ്, 3 ഒരു കോൺസ്റ്റന്റ് ആണ്, ഈ ഒരു സബ്ട്രാക്ഷന്റെ സൈന് ഉള്ളത് ഒരു ഓപ്പറേഷനുമാണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. 3x, ഇവിടെ ഓപ്പറേഷൻ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ എന്താണ്? ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയോ? തോന്നണ്ട. 3x എന്ന് പറഞ്ഞാൽ എന്താ? 3 into x. ഓപ്പറേഷൻ വന്നില്ലേ ഇപ്പൊ ഇവിടെ? മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്ക് b/2 അതല്ലെങ്കിൽ 3/x. b/2 എന്ന് പറഞ്ഞാൽ എന്താ? b/2. അതുപോലെ 3/x ആണെങ്കിൽ 3/x. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം എന്താണ്? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആണ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ് ടേംസ്. ഇവിടെ ഞാനൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുന്നുണ്ട്. 4b+3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അഡീഷന്റെ സൈൻ യൂസ് ചെയ്തിട്ടാണ്. ഓരോ ടേംസിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു അഡീഷൻ സൈൻ ഉണ്ടായിരിക്കും കേട്ടോ. മനസ്സിലായോ? ടേംസിനെ കുറിച്ച് കൂടുതലായിട്ട് ഇനിയും പറയാൻ പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് കൂടുതൽ പറയാം കേട്ടോ. അപ്പൊ ഇനി എക്സ്പോണൻസ് നോക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, x⁵5, x⁵2 ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? ഇതാണ് എക്സ്പോണൻസ്. ഇത് ബേസ് ആണ്, ഇത് അതിന്റെ എക്സ്പോണന്റ് ആണ്, അതല്ലെങ്കിൽ പവർ ആണ്. മനസ്സിലായോ? ഇവിടുത്തെ ബേസ് എക്സ് ആണ് അല്ലെ. എക്സ് അതിന്റെ ബേസ്, ഇതാണ് എക്സ്പോണന്റ്. മനസ്സിലായോ? അപ്പൊ ഇനി എന്താണ് x⁵5 എന്ന് പറഞ്ഞാല്? എക്സ് തന്നെ 5 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതാണ് x⁵5. അതുപോലെ എന്താണ് x⁵2? എക്സ് 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? b�6? b 6 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. x² + 2y + 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊരു എക്സ്പ്രഷൻ ആണല്ലോ. ഇതിൽ വേരിയബിൾസ് ഉണ്ട്, ഇതിൽ ഓപ്പറേഷൻസ് ഉണ്ട്, ഇതിൽ കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ. ഇതിൽ എത്ര ടേംസ് ഉണ്ട്? ഇപ്പോൾ ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ് അല്ലേ. അങ്ങനെ ഓരോ എഡിഷൻ സൈന് വെച്ചിട്ട് ഓരോ ടേംസിനെ നമുക്ക് മാറ്റി നിർത്താം.
അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിൽ ഓരോ ടേമിനെ എടുക്കാം. എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? എക്സ് ഇൻറ്റു എക്സ്. 2y എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു വൈ. 3 ആണെങ്കിലോ 3 ഇൻറ്റു 1. അപ്പോൾ ഫാക്ടേഴ്സുകളുടെ പ്രോഡക്റ്റ് ആണ് ഓരോ ടേംസും എന്ന് പറയാം. ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഗ്രേഡ് 6 പഠിച്ചിട്ടുണ്ടല്ലോ, മറന്നിട്ടൊന്നുമില്ലല്ലോ വരും. അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് പഠിക്കാം. നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ എല്ലാം പഠിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 12 എന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ? അതല്ലെങ്കിൽ 2 ഇൻറ്റു 6 എന്ന് എഴുതാം. അതല്ലെങ്കിലോ 1 ഇൻറ്റു 12 എന്ന് എഴുതാം. ഇതൊക്കെ എന്താണ്? 12ന്റെ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് ഓരോ സിറ്റുവേഷനിൽ ആവശ്യമുള്ള രീതിയിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റൂലേ നമുക്ക്. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് എന്ന് ജസ്റ്റ് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ട എക്സ് സ്ക്വയറിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എന്ന് കിട്ടി. 2y ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 2 ഇൻറ്റു വൈ എന്ന് കിട്ടി. 3 ഒരു പ്രൈം നമ്പറാണ്, അത് എഴുതിയപ്പോൾ നമുക്ക് 3 ഇൻറ്റു 1 എന്ന് കിട്ടി. ഇതിലെ ഓരോ ടേമും എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് ഇങ്ങനെ ഫാക്ടേഴ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇതിൽ ഓരോ എക്സും ഓരോ ഫാക്ടേഴ്സ് ആണ്. ഇതിൽ ഈ 2ഉം വൈയും ഓരോ ഫാക്ടേഴ്സ് ആണ്. ഇവിടെ 3യും 1ഉം ഫാക്ടേഴ്സ് ആണ്. മനസ്സിലായോ? എന്താണ് ഫാക്ടർ എന്നും ഡൗട്ട് ഇല്ലല്ലോ. ഇനിയും പറയാട്ടോ, ഇതിനെ കുറിച്ചൊക്കെ ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് കോഎഫിഷ്യന്റ് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു എക്സ്പ്രഷൻ എഴുതാം. 4x പ്ലസ് 3y പ്ലസ് 2. എക്സ് ഒരു വേരിയബിൾ ആണല്ലോ, വൈ ഒരു വേരിയബിൾ ആണല്ലോ. ഇവിടെ കാണുന്ന ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, അതാണ് കോഎഫിഷ്യന്റ്. ഈ ഒരു എക്സ്പ്രഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 4. ഈ എക്സ്പ്രഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് ആണ് 3. മനസ്സിലായോ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ ദിസ് എക്സ്പ്രഷൻ ഈസ് 4. കോഎഫിഷ്യന്റ് ഓഫ് വൈ ഇൻ ദിസ് എക്സ്പ്രഷൻ ഈസ് 3. മനസ്സിലായല്ലോ? ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ഒരു എക്സ്പ്രഷൻ എന്ന് വിചാരിക്കുക. 2xy പ്ലസ് 7. അങ്ങനെ ആകുമ്പോൾ ഇതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2y എന്ന് എഴുതണം. എക്സ് ഒഴികെ ഇവിടെ ആരൊക്കെ ഉണ്ടോ അതാണ് എക്സിന്റെ കോഎഫിഷ്യന്റ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റ് ചോദിച്ചാലോ നമ്മൾ 2x എന്ന് എഴുതണം. പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുക ഇതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഏതാണ്? നമ്മൾ 2 എന്ന് മാത്രമാണ് എഴുതുക. 2 ആണ് ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ്, അതായത് ഒരു നമ്പർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ എക്സ് ഒഴികെ വേറെ എന്തൊക്കെ അതിലുണ്ടോ അത് എഴുതണം. വൈയുടെ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ വൈ ഒഴികെ വേറെ എന്തൊക്കെയാണുള്ളതോ അത് എഴുതണം. ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ അതിലെ നമ്പർ ഏതാണോ എന്ന് എഴുതണം. 7 ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്താണ് ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ് എന്ന് നോക്കാം. അതായത് 7x പ്ലസ് 2y പ്ലസ് 3x പ്ലസ് 5y എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. ഇതിൽ ലൈക്ക് ടേംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ വേരിയബിൾസ് സെയിം ആയിട്ടുള്ളവരാണ് ലൈക്ക് ടേംസ്. നമ്മളിവിടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് നോക്കണ്ട. വേരിയബിൾസ് സെയിം ആയിട്ടുള്ളവരൊക്കെ ലൈക്ക് ടേംസ് എന്ന് പറയാം. നോക്കൂ, ഇവിടെ 7xഉം 3xഉം ലൈക്ക് ടേംസ് ആണ്. അതുപോലെ 2yയും 5yയും ലൈക്ക് ടേംസ് ആണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. എക്സ് സ്ക്വയർ വൈ പ്ലസ് 3x പ്ലസ് 4y പ്ലസ് 2x സ്ക്വയർ വൈ. നോക്കൂ, ഇത് എക്സ് സ്ക്വയർ വൈ ആണ് അല്ലെ. എക്സ് സ്ക്വയർ വൈ ആയിട്ടുള്ള വേറെ ടേംസ് ഉണ്ടോ? ഇതില് ഉണ്ടല്ലോ, 2x സ്ക്വയർ വൈ. അപ്പൊ ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. ഇത് നോക്കൂ, 3xഉം 4yയും ലൈക്ക് ടേംസ് അല്ല. അതിലുള്ള വേരിയബിൾസ് സെയിം അല്ല. ഇവിടെ എക്സ് ആണുള്ളത്, ഇവിടെ വൈ ആണുള്ളത്. അപ്പൊ അതെന്താണ്? അൺലൈക്ക് ടേംസ് ആണ്. മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻസ് തന്നെ ഒരു ടേം മാത്രമാണുള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മോണോമിയൽ. 2 ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൈനോമിയൽ എന്ന് പറയുന്നു. 3 ടേംസ് ഉണ്ടെങ്കിൽ ട്രൈനോമിയലായി. കുറേ ടേംസ് ഉണ്ടെങ്കിൽ എല്ലാറ്റിനും കൂടെ നമ്മൾ മൊത്തം പോളിനോമിയൽസ് എന്ന് പറയുന്നു. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നമുക്ക് പറയാം. എന്താണ് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ഹാവ് നമ്പേഴ്സ് ആൻഡ് ലിറ്ററൽ നമ്പേഴ്സ്. ലിറ്ററൽ നമ്പേഴ്സ് ആണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, അടുത്ത കാര്യം. ഇൻ ദ എക്സ്പ്രഷൻ 156 പ്ലസ് എക്സ്, 156 ഈസ് കോൺസ്റ്റന്റ് ആൻഡ് എക്സ് ഈസ് എ വേരിയബിൾ. ഇവിടെ നോക്കൂ, 156 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതൊരു വേരിയബിൾ ആണ്. ഇവിടെ ഒരു ഓപ്പറേഷനും ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്.
വേരിയബിളിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ. വേരിയബിൾസിന് വേരിയസ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ വാല്യൂ ഫിക്സ്ഡ് അല്ല. പിന്നെ അടുത്തത് കോൺസ്റ്റന്റിനോ, കോൺസ്റ്റന്റിന് ഒരു ഫിക്സ് വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പൊ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? കുറെ തവണ പറഞ്ഞല്ലോ. എക്സ്പോണന്റും ബേസും ഒക്കെ എന്താണെന്ന് പറഞ്ഞു. എക്സ് റേസ് ടു ദ പവർ 5 എന്ന് കണ്ടാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എക്സ് 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്. ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെയ്ൻ വൺ ഓർ മോർ ടേംസ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ. ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെയ്ൻ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കണക്റ്റഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓർ പവേഴ്സ്. അതായത് നമ്മളിപ്പോൾ 2x എന്ന് എഴുതിയാൽ അത് 2 into x ആണ്. അപ്പോൾ കണക്റ്റഡ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. 2/x എന്നാണ് എഴുതിയെങ്കിലോ അപ്പോൾ നമുക്ക് 2 divided by x ആണ്. കണക്റ്റഡ് വിത്ത് ഡിവിഷൻ. ഇനി നമ്മൾ 2x² എന്നാണ് എഴുതിയതെങ്കിലോ 2 into x ആയിരിക്കും അത് അല്ലേ? അതായത് കണക്റ്റഡ് വിത്ത് പവേഴ്സ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. വി കമ്പൈൻ ടേംസ് യൂസിങ് അഡീഷൻ ടു മേക്ക് എക്സ്പ്രഷൻസ്. നമ്മളെപ്പോഴും ഈ ടേംസിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അഡീഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, 2x - 5 എന്ന് വന്നാൽ അതൊരു എക്സ്പ്രഷൻ അല്ലേ? ഇവിടെ രണ്ട് ടേംസ് ഉണ്ടല്ലോ, 2x ഉണ്ട് 5 ഉണ്ടല്ലോ. അത് കണക്ട് ചെയ്തിട്ടുള്ളത് മൈനസ് സൈൻ ആയിട്ടല്ലേ? ഇതൊരു അഡീഷൻ സൈൻ അല്ലല്ലോ എന്ന് തോന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് 2x + -5 എന്നാക്കിയിട്ടാണ് ടേംസ് എഴുതുക. ഇതിലെ ടേംസ് നമ്മുടെ അടുത്ത് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ടേംസ് ആർ 2x and -5 എന്നാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഒരു സബ്ട്രാക്ഷൻ സൈൻ ഉള്ളത് നെഗറ്റീവ് ആക്കിയിട്ട് ഈ 5ന് കൊടുത്തിട്ട് ഇവിടെ നമ്മളൊരു എഡീഷൻ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം നമുക്ക്. 4x² - xy എന്നാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ ടേംസ് എഴുതാനായിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? 4x² ഒരു ടേമാണ്, അടുത്ത ടേം -xy. മനസ്സിലായോ? ഈ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ എഴുതാം, 4x² + -xy. ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ടേമും ഇതുപോലെ പുറത്തെടുത്തിട്ട് നമുക്ക് പറയാലോ ഈ രണ്ട് ടേംസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു എഡീഷൻ സൈൻ യൂസ് ചെയ്തിട്ടാണ് അല്ലേ? എന്താണ് ഫാക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് പോവാം നമുക്ക്. വെൻ വി മൾട്ടിപ്ലൈ 2 or more numbers together, each of the number is called the factor of the product. ഇവിടെ നോക്കൂ, 3 × 4 = 12. അവിടെ 3ഉം 4ഉം എന്താണ്? ഈ 12ന്റെ ഫാക്ടേഴ്സ് ആണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 4xy ഉണ്ട്. 4ഉം xും yയും 4xyയുടെ ഫാക്ടേഴ്സ് ആണ്. 4 ന്യൂമറിക്കൽ ഫാക്ടറുമാണ്, പിന്നെ xും yയും എന്താണ്? ലിറ്ററൽ ഫാക്ടേഴ്സുമാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ 4 ഉണ്ടല്ലോ ന്യൂമറിക്കൽ ഫാക്ടർ, അതാണ് അതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ്. നമ്മൾ പഠിച്ചല്ലോ കോഎഫിഷ്യന്റ് എന്താണെന്നൊക്കെ. അപ്പോൾ ഇതിൽ വരുന്ന ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ആണ് 4. എക്സിന്റെ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ നമ്മൾ 4y എന്ന് എഴുതും. വൈയുടെ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ നമ്മൾ 4x എന്ന് എഴുതും. ഓക്കെ, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ 4ഉം എഴുതണേ. ഇനി എ ടേം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ നമ്മൾ. 2ab എന്നാണെങ്കിൽ നമ്മൾ അതിനെ 2 × a × b എന്ന് എഴുതാം അല്ലേ? ഇതാണ് ഫാക്ടേഴ്സ്, ഇതാണ് പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ നോക്ക്, ഇവിടെ 4xy + 7 ആണുള്ളത്. അതിലെ 4xy എന്ന് പറയുന്നത് എന്താണ്? 4 × x × y ആണ് അല്ലേ? അപ്പോൾ അത് പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. 7 ആണെങ്കിലോ 1 × 7, അത് പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് തന്നെയാണെന്ന് പറയാം അല്ലേ നമുക്ക്. ഫാക്ടേഴ്സ് കണ്ടെയ്നിങ് വേരിയബിൾസ് ആർ സെഡ് ടു ബി ആൾജിബ്രിക് ഫാക്ടേഴ്സ്. അപ്പൊ ഈ ഒരു ടേമിൽ ആൾജിബ്രിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എക്സും വൈ ആയിരിക്കും അല്ലേ? ന്യൂമറിക്കൽ ഫാക്ടർ 4ഉം ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. അടുത്തതായിട്ട് ടേംസ് വിച്ച് ഹാവ് ദ സെയിം ആൾജിബ്രിക് ഫാക്ടേഴ്സ് ആർ ലൈക്ക് ടേംസ്. ടേംസ് വിച്ച് ഹാവ് ഡിഫറെന്റ് ആൾജിബ്രിക് ഫാക്ടേഴ്സ് ആർ അൺലൈക്ക് ടേംസ്. ദസ് ടേംസ് 4xy and -3xy ആർ ലൈക്ക് ടേംസ്. അതെങ്ങനെയാ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ വേരിയബിൾസ് ഉള്ള ടേംസിനെയാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ 4xyയും -3xyയും ലൈക്ക് ടേംസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിലെ ന്യൂമറിക്കൽ ഫാക്ടേഴ്സ് രണ്ടും ഡിഫറൻ്റ് ആണ്, പക്ഷെ അതിലെ വേരിയബിൾസ് സെയിം ആണ്. രണ്ടിലും xy എന്നാണുള്ളത്, അതുകൊണ്ടാണ് അത് ലൈക്ക് ടേംസ് ആയത്. ഇവിടെ നോക്കൂ, 4xyയും -3x ഉണ്ട്. അതിലെ വേരിയബിൾസ് ഡിഫറൻ്റ് ആണ് അല്ലേ. ഇവിടെ xy ഉണ്ട്, ഇവിടെ x മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് ലൈക്ക് ടേംസ് അല്ല. ഇവിടെ ഉള്ള വേരിയബിൾസ് എല്ലാതും ഇവിടെയും വേണം. മനസ്സിലായോ? ഇവിടെ നോക്കൂ, 2x 3x രണ്ടിനും ഒരേ വേരിയബിൾസ് ആണുള്ളത്, അപ്പോൾ അത് എന്താണ്? ലൈക്ക് ടേംസ് ആണ്. സ്ക്വയർ y 2yx². ഇവിടെ x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്, ഇവിടെ y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. അപ്പോൾ അതെന്താണ്? ലൈക്ക് ടേംസ് ആണ്. മനസ്സിലായല്ലോ? ഇവിടെ നോക്കൂ, ഇവിടെ -4xy 3xy. അപ്പോൾ ഇവിടെ രണ്ടിലും x ഉണ്ട്, രണ്ടിലും y ഉണ്ട്. ഇതും ലൈക്ക് ടേംസ് ആണെന്ന് പറയാം അല്ലേ. ഇനി അടുത്തത് നോക്കൂ, 4xy 3x. ഇത് ലൈക്ക് ടേംസ് ആണോ? ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്, പക്ഷെ ഇവിടെ y ഉണ്ട്, ഇവിടെ y ഇല്ല. അതുകൊണ്ട് ഇത് അൺലൈക്ക് ടേംസ് ആണെന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അടുത്ത നമുക്ക് ഫാക്ടർ ട്രീ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്ന് നോക്കാം. 4x² - 3xy എന്നാണ് തന്നിട്ടുള്ള എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫാക്ടർ ട്രീ വരയ്ക്കണം. ആദ്യം എക്സ്പ്രഷൻ എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ടേംസ് എഴുതാം. അതൊരു കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടേംസ് എഴുതാൻ പോകുന്നത്. ഈ 4x² - 3xyയിലെ ടേംസ് ഏതൊക്കെയാണ്? 4x² ഒരു ടേമാണ്, പിന്നെ -3xy ഒരു ടേമാണ് അല്ലേ. ഇനി ഈ ടേംസിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റണം. അതിനായിട്ട് ഡോട്ടഡ് ലൈൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 4 × x × x എന്ന് കിട്ടും അല്ലേ. ഇതും ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് എഴുതി കൊടുക്കാം. -3 × x × y ആണല്ലോ. ഇങ്ങനെ എഴുതുന്നതാണ് ഫാക്ടർ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? എക്സ്പ്രഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേംസ് എഴുതി, അത് കഴിഞ്ഞ് ഫാക്ടേഴ്സ് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, 5xy + 10. അപ്പോൾ ഈ എക്സ്പ്രഷന് നമ്മൾ കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്തിട്ട് ടേംസ് എഴുതി കൊടുത്തു. ഇവിടെ 5xy ഇതാണ് ഫസ്റ്റ് ടേം, അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് ടേം 10 ആണ്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 5xyയിലെ ഫാക്ടേഴ്സ് ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് 5xy എന്ന്. 10 ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. എക്സ്പ്രഷൻ ആദ്യം എഴുതി, പിന്നെ നമ്മൾ ടേംസ് എഴുതി, അത് കഴിഞ്ഞിട്ട് ഫാക്ടേഴ്സ് എഴുതി. ഇനി ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇത്രയും നേരം പറഞ്ഞിരുന്നില്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഐഡൻറ്റിഫൈ ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ടേംസ് വിച്ച് ആർ നോൺ കോൺസ്റ്റൻസ്, ഗിവ് ദെയർ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ്. ഇതിൽ നമുക്ക് കോൺസ്റ്റന്റ് അല്ലാത്ത ടേംസ് എടുത്തെഴുതണം, അതിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസും എഴുതി കൊടുക്കണം. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഈ കോളത്തിൽ എഴുതി കൊടുക്കുന്നത് xy +4 എന്ന എക്സ്പ്രഷനാണ്. അതിലെ കോൺസ്റ്റന്റ് അല്ലാത്ത ടേം ഏതാണ്? xy ആണ് അല്ലേ. അതിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എന്തായിരുന്നു? 1. കാരണം എന്താ, നമ്മളിവിടെ 1 ഉള്ളത് എഴുതാറില്ല അല്ലേ. ഇപ്പോൾ x എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 1x ആണ് അല്ലേ. നമ്മൾ 2x ഒക്കെ ഉണ്ടെങ്കിൽ 2x എന്ന് എഴുതും. 1x അതല്ലെങ്കിൽ y എന്ന് എഴുതുമ്പോൾ 1y എന്ന് എഴുതാറില്ല. അപ്പം ഇവിടെ നമുക്ക് ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതണം? 1 എന്ന് എഴുതി കൊടുക്കണം. ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഈ 4 എടുത്തിട്ട് എഴുതരുത്, അത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ വേരിയബിൾസിന്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പറാണ് എഴുതേണ്ടത്. ഇത് 1xy ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 13 - y². ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അതിൽ 13 ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിൽ നമുക്ക് -y² എന്നതാണ് നമ്മുടെ ടേം വിച്ച് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. അതിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എഴുതാം. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, -1 ആണ് ഇതിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ്. ഇനി അടുത്തത് നോക്കൂ, 13 - y + 5y². ഇതിലെ കോൺസ്റ്റന്റ് അല്ലാത്ത ടേംസ് എന്ന് പറയുമ്പോൾ -y ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ 5y² ഉണ്ട്.
അപ്പോൾ ഇതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ -1 and 5. ഇവിടെ ഇതാണ് കോഎഫിഷ്യന്റ്, ഇവിടെ -1ഉം കോഎഫിഷ്യന്റ് ആണ്. അങ്ങനെ നമുക്ക് കിട്ടിയ ആൻസർ കണ്ടല്ലോ, -1 and 5. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കാം. 4p² മൈനസ് 3pq² പ്ലസ് 5. ഇവിടെ 3 ടേംസ് ഉണ്ട്, അതിൽ 5 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇല്ലാത്ത 2 ടേംസ് ഉണ്ട്. ഒന്ന് 4p²q, അടുത്തത് -3pq². അപ്പൊ ഇതിന്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 4 and -3. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്? 4x minus 3y, 8 minus x plus y, y square x minus y, 2z minus 5xz. ഇവിടെ എന്താ പറഞ്ഞത്? എക്സിന്റെ കോഎഫിഷ്യൻസ് ഏതാണെന്ന് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് y ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എക്സ്പ്രഷൻസിലെ വൈയുടെ കോഎഫിഷ്യൻസും നമ്മൾ എഴുതണം. ആദ്യം നമുക്ക് ഈ എക്സ്പ്രഷൻസ് ഇവിടെ എഴുതി കൊടുക്കാം. 4x minus 3y, 8 minus x plus y, y square x minus y, 2z minus 5xz. ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് എക്സ് ആയിട്ടുള്ള ടേംസ് ഒന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 4x അല്ലേ? ഇതിലോ -x, ഇതിലോ y square x, ഇതിലോ -5xz. ഇത്രയാണ് നമുക്ക് എക്സ് ഉള്ള ടേംസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിലൊക്കെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 4 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, കോഎഫിഷ്യന്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റും എഴുതണം, വേറെ കോഎഫിഷ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതണം. ഇവിടെ നോക്കൂ, -x, അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1. y square x, കോഎഫിഷ്യന്റ് y square. -5xz, അപ്പോൾ -5z. ഈ എക്സ് അല്ലാതെ വേറെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇതിലുണ്ടോ അതാണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലോ അതിൽ, ബി പാർട്ട്. അത് വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് വൈ ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ നമുക്ക് എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് ഇവിടെ എഴുതാം. 4x minus 3y, 8 plus yz, yz square plus 5 my plus m. ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് y ആണ് എഴുതാനുള്ളത്. y എന്ന ഫാക്ടറും കൂടെ ഉള്ള എല്ലാ ടേംസും ഇങ്ങോട്ട് എഴുതാം. ഇവിടെ y ഉള്ളത് -3y എന്ന ടേമിലാണ്. ഇവിടെ y ഉള്ളത് yz എന്ന ടേമിലാണ്. ഇവിടെ y ഉള്ളത് yz സ്ക്വയർ എന്ന ടേമിലാണ്. ഇവിടെ y ഉള്ളത് my എന്ന ടേമിലാണ്. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് y എഴുതാലോ. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് y ഈസ് -3. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് y ഈസ് z. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് y ഈസ് z സ്ക്വയർ. ഇവിടെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് y ഈസ് m. മനസ്സിലായല്ലോ? വളരെ ഈസി അല്ലേ? ഈ ചാപ്റ്റർ സൂപ്പർ ഈസിയാണ് കുട്ടികളെ. ഇനി അടുത്തതായിട്ട് നോക്കൂ. എനി എക്സ്പ്രഷൻ വിത്ത് 1 or more term is called a polynomial. നമ്മൾ പറഞ്ഞല്ലോ, ഏതൊരു എക്സ്പ്രഷൻ ആയാലും അതിൽ 1 or more terms ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പോളിനോമിയൽ എന്ന് വിളിക്കുന്നു. ഒരു ടേം മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മോണോമിയൽ എന്ന് പറയും. 2 ടേംസ് ഉണ്ടെങ്കിൽ ബൈനോമിയൽ, 3 ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രഷനെ ട്രൈനോമിയൽ എന്ന് പറയുന്നു. ഇതെല്ലാതും പോളിനോമിയൽ തന്നെയാണ്. 1 ടേം മുതൽ എത്ര ടേംസ് ഉണ്ടെങ്കിലും അതിനെ നമ്മൾ വിളിക്കുന്നത് പോളിനോമിയൽ എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ എത്ര ടേമാണുള്ളത്? 28x, ഒറ്റ ടേമേ ഉള്ളൂ. അപ്പൊ ഇതെന്താ? ഇത് മോണോമിയൽ ആണ് അല്ലേ? ഇനി നോക്കൂ, 2x minus 3, എത്ര ടേംസ് ഉണ്ട്? 2x ഒരു ടേമാണ്, -3 ഒരു ടേമാണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ. അടുത്തത് നോക്കൂ, 15xy minus 25y plus 18, എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട് അല്ലേ ഇതില്? അപ്പൊ നമുക്കതിനെ ട്രൈനോമിയൽ എന്ന് പറയാം. ഇനി അടുത്തത് നോക്കൂ, 3x plus 9x. ഇതിൽ 2 ടേം ഉണ്ടെന്ന് പറയാൻ പാടില്ല കേട്ടോ. ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. ലൈക്ക് ടേംസ് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ 3x plus 9x എന്ന് പറഞ്ഞാൽ എന്താ?
3 + 9 12 ആണ്. അപ്പോൾ ഇത് 12x ആണ്. ഇത് നമുക്ക് മോണോമിയൽ എന്നേ പറയാൻ പറ്റൂ കേട്ടോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 2x + 3x + 8xy. ഇവിടെയോ ഇത് 2xും ഇത് 3xും ലൈക്ക് ടേംസ് ആണ്. പക്ഷെ ഇവിടെ എക്സും വൈ ഉള്ളത് കൊണ്ട് ഇത് അൺലൈക്ക് ടേം ആണ്. അപ്പോൾ നമുക്ക് ഈ 2xും 3xും ആഡ് ചെയ്യാം. 5x + 8xy. അപ്പോൾ എത്ര ടേംസ് ഉള്ളത്? 2 ടേംസ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ബൈനോമിയൽ ആണ്. മനസ്സിലായോ? ഇനി അടുത്തത് 24xy - 25 × 3y. ഇങ്ങനെ തന്നാൽ നമ്മൾ എന്താ ചെയ്യുക? 24xy ഒരു ടേമാണ്. 25 × 3y എന്ന് പറയുന്നത് ഒരു ടേം ആക്കണം. കാരണം മൾട്ടിപ്ലിക്കേഷൻ അല്ല ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അഡീഷൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ സൈന് കണ്ടാൽ ഇവിടെ നമ്മളിത് സോൾവ് ചെയ്യണം. 25 × 3 is 75. 75y എന്ന് എഴുതണം. അതായത് 24xy - 75y എന്ന് എഴുതണം. ഇപ്പോൾ 2 ടേംസ് ആണുള്ളത്. ഇതിന് നമുക്ക് ബൈനോമിയൽ എന്ന് പറയാം. ഇങ്ങനെ ട്രിക്കി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഈ ട്രിക്കൊന്നും നമ്മുടെ അടുത്ത് നടക്കില്ല അല്ലേ? നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ലൈക്ക് ടേംസ് നോക്കാം. അപ്പോൾ ലൈക്ക് ടേംസ് എപ്പോഴും നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഇവിടെ നമ്മുടെ കയ്യിലൊരു എക്സ്പ്രഷൻ ഉണ്ട്. 2x² + 3x - 5. ഇവിടെ 3 ടേംസ് ഉണ്ട് അല്ലേ? ഇതിൽ 2x² ഉണ്ട്, 3x ഉണ്ട്, -5 ഉണ്ട്. പക്ഷെ എന്താണ്? ഇവിടെ എല്ലാം അൺലൈക്ക് ടേംസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ എഴുതാം. ഇനി നമുക്ക് വേറൊരു എക്സ്പ്രഷനും കൂടി ഉണ്ടല്ലോ ഇവിടെ, നോക്കാം. 2a² + 3a² + 7a - 7. എത്ര ടേംസാണ് നമുക്ക് ഇവിടെ കാണുന്നത്? ഇതിൽ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമോ? ഇത് നോക്കൂ. 2a² 3a² ലൈക്ക് ടേംസ് ആണല്ലോ. പക്ഷെ 7a ലൈക്ക് ടേം അല്ല. കാരണം അവിടെ a² ഇല്ല. അതുകൊണ്ട് നമുക്കത് ലൈക്ക് ടേം ആണെന്ന് പറയാൻ പറ്റില്ല. ഈ 7ന്റെ കൂടെ a² ഇല്ലാത്തത് കൊണ്ട് അതും ലൈക്ക് ടേം അല്ല. ഇവിടെ ലൈക്ക് ടേം ആയിട്ടുള്ളത് 2a² 3a² ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ 2 + 3 5 ആണ്. 5a² + 7a - 7 എന്ന് എഴുതാം ഈ എക്സ്പ്രഷൻ. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഒരു ട്രൈനോമിയൽ ആയി അല്ലേ? എങ്ങനെയാണ് ലൈക്ക് ടേംസ് ആഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നോക്കാം. സ്റ്റേറ്റ് വിത്ത് റീസൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ടേംസ് ആർ ഓഫ് ലൈക്ക് ടേംസ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇവിടെ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്? ഇവിടെ തന്നിട്ടുള്ള ഈ പെയറുകൾ ഉണ്ടല്ലോ, ഇതിൽ ഏതൊക്കെയാണ് ലൈക്ക് ടേംസ്, എന്താണ് അതിൻ്റെയൊക്കെ റീസൺ എന്നുകൂടെ പറഞ്ഞു കൊടുക്കണം. ഫസ്റ്റ് തന്നിട്ടുള്ള പെയേഴ്സ് ഏതൊക്കെയാണ്? 7xും 12yയും അല്ലേ? അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. ഇവിടെ നമുക്ക് 7ഉം xുമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഇവിടെ 12ഉം വൈയുമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. നോക്കൂ, ഇതിലുള്ള ആൾജിബ്രിക് ഫാക്ടേഴ്സ് സെയിം ആണോ? ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ ആണ്. രണ്ടും സെയിം അല്ല. ആൾജിബ്രിക് ഫാക്ടേഴ്സ് സെയിം ഓർ ഡിഫറെന്റ് എന്ന കോളത്തിൽ നമുക്ക് ഡിഫറെന്റ് എന്ന് എഴുതാം അല്ലേ? ഇനി അടുത്തതായിട്ട് ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ? ഇവിടെ അൺലൈക്ക് ആണല്ലോ, അതും എഴുതാം. ഇതിലെന്താണ് നമുക്ക് റീസൺ പറയാനുള്ളത്? The variables in the terms are different അല്ലേ? ഇനി നമുക്ക് അടുത്ത പേഴ്സ് നോക്കാം. 15x and -21x. അതിൻ്റെ ഫാക്ടേഴ്സ് ഇവിടെ എഴുതാം. 15 and x ആണ്. 15xൻ്റെ ഫാക്ടേഴ്സ്, -21xൻ്റെ ഫാക്ടേഴ്സ് -21ഉം എക്സും ആണ്. ഇതിൻ്റെ ആൾജിബ്രിക് ഫാക്ടേഴ്സ് സെയിം ആണല്ലോ, രണ്ടിലും എക്സ് ഉണ്ട് അല്ലേ? സെയിം എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ? രണ്ടും സെയിം ആണെങ്കിൽ ലൈക്ക് ടേംസ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? ദ വേരിയബിൾസ് ഇൻ ദ ടേം ആർ സെയിം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് -4ab-യും 7ba. അതിൻ്റെ ഫാക്ടേഴ്സ് -4ab. 7ba-യുടെ ഫാക്ടേഴ്സ് 7ba. ഇതിൻ്റെ നോക്കൂ, ഇവിടെ ആൾജിബ്രിക് ഫാക്ടേഴ്സ് എ ഇതിലുണ്ട്, ഇതിലുണ്ട്, ബിയും ഇതിലുണ്ട്, ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സെയിം ആണെന്ന് എഴുതാം. ലൈക്ക് ഫാക്ടേഴ്സ് ആണ്.
ഇവിടെ കൺഫ്യൂഷൻ വരരുത്. എ ബി എന്ന് വന്നാലും ബി എ എന്ന് വന്നാലും സെയിം ആണ്. കണ്ടോ? അപ്പൊ ഇനി അടുത്തത് നോക്കാം. 3xy 3x ഇതാണ് പെയേഴ്സ്. ഇവിടെ ഫാക്ടേഴ്സ് എഴുതാം. 3xy 3xന്റെ ഫാക്ടേഴ്സ് 3x. ആൾജിബ്രിക് ഫാക്ടേഴ്സ് സെയിം ആണോ? ഇവിടെ x ഉണ്ട്, ഇതിലും x ഉണ്ട്, പക്ഷെ ഇതിൽ y ഉണ്ട്, ഇവിടെ y ഇല്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഡിഫറൻറ്റ്. അപ്പോൾ അൺലൈക്ക് ആണല്ലോ. ഡിഫറൻ്റ് ആയി കഴിഞ്ഞാൽ അൺലൈക്ക് ആണ്. അപ്പോൾ ദ വേരിയബിൾ y ഈസ് ഓൺലി ഇൻ വൺ ടേം എന്ന് റീസൺ എഴുതാം. ഇനി അടുത്ത പെയേഴ്സ് നോക്കാം. 6xy² 9x²y. 6xy² ഫാക്ടേഴ്സ് 6xyy. ഇനി 9x²y ഫാക്ടേഴ്സ് 9xxy. അപ്പോൾ ഇനി നോക്കാം നമുക്ക്. ഇവിടെ ഒരു x, ഇവിടെ 2x ഉണ്ട് അല്ലേ? ഇവിടെ 2 y ഉണ്ട്, ഇവിടെ ഒരു y ഉള്ളൂ. അപ്പോൾ ഇത് ഡിഫറൻ്റ് ആണ്, അൺലൈക്ക് ആണ്. വേരിയബിൾസ് ഇൻ ദ 2 ടേംസ് മാച്ച് ബട്ട് ദെയർ പവേഴ്സ് ഡു നോട്ട് മാച്ച് അല്ലേ? ഇവിടെ എക്സ് 2ലുണ്ട്, വൈയും 2ലുണ്ട്, പക്ഷെ പവേഴ്സ് മാച്ച് ചെയ്യുന്നില്ല. ഇവിടെ എക്സേ ഉള്ളൂ, ഇവിടെ x² ഉണ്ട്, ഇവിടെ y² ഉണ്ട്, ഇവിടെ y ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. pq² -4pq². ഇതാണ് നമ്മുടെ പെയേഴ്സ്. ഫാക്ടേഴ്സ് എഴുതാം. pq. പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ -4pq. ഇവിടെ നോക്കൂ, ആൾജിബ്രിക് ഫാക്ടേഴ്സ് സെയിം ആണോ? ഈ p ഇവിടെ ഉണ്ട്, ഈ q ഇവിടെ ഉണ്ട്, ഈ qവും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് സെയിം ആണെന്ന് എഴുതാം. ലൈക്ക് ആണ്. ന്യൂമറിക്കൽ ഫാക്ടറായ 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് ഇവിടെ റിമാർക്കായിട്ട് തന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. mn² ആൻഡ് 10mn. mn² ഫാക്ടേഴ്സ് mn. അതുപോലെ 10mn ഫാക്ടേഴ്സ് 10mn. ഇവിടെ 2ലും m ഉണ്ട്, 2ലും n ഉണ്ട്, പക്ഷെ ഇവിടെ 2 n ഉണ്ട് അല്ലേ? ഇവിടെ ഒരു n ഉള്ളൂ. അപ്പോൾ ഇത് ഡിഫറൻ്റ് ആണ്, അപ്പോൾ അൺലൈക്ക് ആണ്. നമ്മൾ റീസൺ എന്താ പറയുക? ദ വേരിയബിൾസ് ഇൻ ദ 2 ടേംസ് മാച്ച് ബട്ട് ദെയർ പവേഴ്സ് ഡു നോട്ട് മാച്ച്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എൻ എക്സ്പ്രഷൻ ആണ്. നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടാവും. അതിൽ x = 2 എന്നോ y = 3 എന്നോ അങ്ങനെ അതിലെ ആൽജിബ്രിക് ഫാക്ടേഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ 4x + 3 എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. വേർ x = 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 × 2 + 3 = 8 + 3 = 11 അങ്ങനെ എഴുതാലോ. അതുപോലെ തന്നെ നമുക്ക് y + 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ yയുടെ വാല്യൂ 3 ആണല്ലോ. അപ്പോൾ നമുക്ക് 3 + 9 എന്ന് എഴുതാം. എത്ര കിട്ടുക? 3 + 9 = 12. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഫോർ x = 2. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എഴുതാം. x + 4. ഇവിടെ x = 2 ആവുമ്പോൾ 2 + 4 = 6. എത്ര ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4x - 3. അപ്പോൾ x = 2 ആണല്ലോ. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ 4 × 2 - 3. 4 × 2 എത്രയാ? 8 അല്ലേ? -3 = 5. അടുത്തത് 19 - 5x². ശ്രദ്ധിച്ച് ചെയ്യണേ. 19 - 5x² എന്ന് പറയുമ്പോൾ 5 × x = 2 ആണ്. അപ്പോൾ x² ആകുമ്പോൾ 2 × 2 = 19 - 5 × 4 = 19 - 20 19 - 20 എന്ന് പറയുമ്പോൾ എന്താ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. വലുതിൻ്റെ സൈൻ എത്ര? ഇവിടെ മൈനസ് ആണ് അല്ലേ? അത് എഴുതി 20ൽ നിന്ന് 19 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1. അപ്പോൾ നമ്മുടെ ആൻസർ -1 എന്നാണ്. ഇനി അടുത്തത് നോക്കാം. 100 - 10x³ 100 - 10 × 2 × 2 × 2 = 100 - 10 × 2 × 2 × 2 8 ആണ്. അത് എഴുതി
100 minus 10 into 8 is 80. 100 minus 80 is 20. അതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. Find the value of the following expressions when n equals to -2. ഇത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5n minus 2 equals to 5 into n-ന്റെ വാല്യൂ -2 ആണല്ലോ, അതിവിടെ എഴുതി കൊടുക്കാം. -2 5 into -2. 5 പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് എന്നാണ് കിട്ടുന്നത്. 5 into 2 is 10 minus 2. രണ്ടും മൈനസ് ആണല്ലോ. ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ആവരുത്, രണ്ടും നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എഴുതിയിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 10 plus 2 is 12. കണ്ടോ? അപ്പോൾ -12 എന്ന് എഴുതി. ഇനി അടുത്തതോ 5n square പ്ലസ് 5n മൈനസ് 2. അപ്പോൾ 5 ഇൻറ്റു n സ്ക്വയർ എന്ന് പറയുമ്പോൾ -2 ഇൻറ്റു -2 പ്ലസ് 5 ഇൻറ്റു -2 മൈനസ്, ഇവിടെ n-ന്റെ പ്ലേസിലൊക്കെ നമ്മൾ -2 എന്ന് എഴുതി കൊടുത്തു. ഇനി ഇത് സോൾവ് ചെയ്യാം. 5 ഇൻറ്റു -2 ഇൻറ്റു -2 ഈസ് 4. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. പിന്നെ 2 ഇൻറ്റു 2 4 പ്ലസ് 5 ഇൻറ്റു -2. അപ്പോൾ നെഗറ്റീവും 5 പോസിറ്റീവും ആയതുകൊണ്ട് -10 പിന്നെ -2 അങ്ങനെ എഴുതി. ഇനി 5 ഇൻറ്റു 4 is 20 -10 -2. 20 minus 10 10 minus 2 equals to 8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. n ക്യൂബ് പ്ലസ് 5n സ്ക്വയർ പ്ലസ് 5n minus 2 equals to -2 into -2 into -2 plus 5 into -2 into -2 plus 5 into -2 minus 2. That's equals to negative into negative is positive. Positive into negative is negative. 2 into 2 4. 4 into 2 8. -8 plus 5 into -2 into -2 is positive 4. Plus 5 into -2 is -10 minus 2. -8 plus 5 into 4 is 20 minus 10 minus 2. ഇനി നമുക്ക് ഈ നെഗറ്റീവ് ഉള്ളതൊക്കെ ഒന്നിച്ചെഴുതാം. -8, -10, -2 പ്ലസ് 20. -8, -10, -2 എല്ലാതും നെഗറ്റീവ് ആണ്. നമുക്ക് നെഗറ്റീവ് തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 8 plus 10 is 18. 18 plus 2 is 20 plus 20. എത്രയാണ് നമ്മുടെ ആൻസർ? 0. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ഫോർ a equals to 3, b equals to 2. ഇവിടെ തന്നിട്ടുള്ള എക്സ്പ്രഷൻസിലെല്ലാം 2 വേരിയബിൾസ് ഉണ്ട്. ആ 2 വേരിയബിൾസിൻ്റെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് രണ്ടും ഇതിൽ അപ്ലൈ ചെയ്യണം. a പ്ലസ് ബി. ഇവിടെ നമുക്ക് a ഈക്വൽസ് ടു 3 എന്നും തന്നിട്ടുണ്ട്, b ഈക്വൽസ് ടു 2 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ a പ്ലസ് ബിക്ക് നമുക്ക് 3 പ്ലസ് 2 എന്നെഴുതാലോ, ഈക്വൽസ് ടു 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7a മൈനസ് 4b. ഇവിടെ a എന്താണ്? 3 അല്ലേ? ബിയോ 2 ആണ് അല്ലേ? അപ്പോൾ 7 ഇൻറ്റു 3 മൈനസ് 4 ഇൻറ്റു 2 ഈക്വൽസ് ടു 7 ഇൻറ്റു 3 ഈസ് 21 മൈനസ് 4 ഇൻറ്റു 2 ഈസ് 8. 21 മൈനസ് 8 ഈസ് 13. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എ സ്ക്വയറിൻ്റെ പൊസിഷനിൽ നമുക്ക് 3 സ്ക്വയർ കൊടുക്കാം. പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി ആണ്. എ 3 ആണ്, ബി 2 ആണ്, അത് എഴുതി. പ്ലസ് ബി സ്ക്വയർ, അത് 2 സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 9. പ്ലസ് 2 ഇൻറ്റു 3 6. 6 ഇൻറ്റു 2 12. പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4. എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതാം. 9 പ്ലസ് 12 21. 21 പ്ലസ് 4 ഈസ് 25. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽസ് ടു എ ക്യൂബ് എന്താണ്? 3 raised to 3 മൈനസ് ബി ക്യൂബ് 2 ആണല്ലോ, 2 raised to 3. അതായത് 3 ക്യൂബ് മൈനസ് 2 ക്യൂബ് ദാറ്റ്സ് ഈക്വൽസ് ടു 3 ഇൻറ്റു
3 into 3 minus 2 into 2 into 2 equals to 3 into 3, 9. 9 into 3, 27. Minus 2 into 2, 4. 4 into 2, 8. 27 minus 8 is 19. എല്ലാവർക്കും ഈ ആൻസേഴ്സ് ഒക്കെ മനസ്സിലായല്ലോ. ഇപ്പൊ ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് ആണ് ചെയ്തത്. ഇവിടെ ഈ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻസ് തരാം. നിങ്ങൾക്ക് എല്ലാതും ചെയ്യാനുള്ള ട്രിക്സും ടിപ്സും ഒക്കെ തരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ എല്ലാവരുടെ അടുത്തൊന്ന് പറയണേ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.